ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 1-ാം അധ്യായം 29-ാം വാക്യം. ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഈശോയെക്കുറിച്ച് സ്നാപക യോഹന്നാൻ പറയുന്ന വാക്കുകളാണ്. നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ കുഞ്ഞാട് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നിരിക്കുന്നുവെന്ന്. സ്നേഹമുള്ളവരെ, സ്നാപക യോഹന്നാൻ്റെ ഈ ഓർമ്മപ്പെടുത്തൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓർത്തിരിക്കാനായിട്ട് സാധിക്കണം. കാരണം എന്നെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുവാനായിട്ട് എൻ്റെ ദൈവം ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. അവൻ തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് എന്തിനു വേണ്ടിയാ? എന്നെ രക്ഷിക്കുവാനായിട്ട്, എന്നെ പാപത്തിൽ നിന്ന് മോചനം നൽകി അവൻ്റെ മകനായിട്ട് മകളായിട്ട് ആ സ്ഥാനം വീണ്ടെടുക്കാൻ വേണ്ടിയാ അവൻ തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച് അവൻ്റെ അവസാന തുള്ളി രക്തം വരെ എനിക്ക് വേണ്ടിയാണ് ചിന്തിയത്. പക്ഷെ പലപ്പോഴും സ്നേഹമുള്ളവരെ, നമ്മൾ ഈ ഒരു ബോധ്യം നഷ്ടപ്പെട്ടു പോവുക. ഈ ബോധ്യം നഷ്ടപ്പെട്ടു പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പാപത്തിന് അടിമപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക. എൻ്റെ ജീവിതത്തിൽ ഈ ഒരു ബോധ്യമുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും പാപം ചെയ്ത് എൻ്റെ ദൈവത്തെ വേദനിപ്പിക്കുകയില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇഷ്ടംപോലെ പാപം കടന്നു വരുന്നുണ്ടെങ്കിൽ, എൻ്റെ ദൈവത്തെ ഞാൻ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ, സ്നേഹമുള്ളവരെ, നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കണം. നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ ഒരു ബോധ്യം നഷ്ടപ്പെട്ടു പോയി. എനിക്ക് വേണ്ടി എന്നെ രക്ഷിക്കുവാനായിട്ട് വന്ന എൻ്റെ ഈശോയെ ഞാൻ വീണ്ടും വീണ്ടും വേദനിപ്പിക്കുകയാണല്ലോ എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം. പാപം ചെയ്ത് ദൈവത്തെ വേദനിപ്പിക്കരുത്. അവൻ തൻ്റെ പുത്രനെ നൽകുവാൻ തക്ക വിധം എന്നെ അത്രയേറെ എൻ്റെ ദൈവം സ്നേഹിക്കുന്നുണ്ട്. പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനായിട്ട് അവസാന തുള്ളി രക്തം വരെ പരാതികളും പരിഭവവും പറയാതെ ഈശോ സഹിച്ചത് എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. സ്നേഹമുള്ളവരെ, ഇത്രയേറെ എൻ്റെ ഈശോ എന്നെ സ്നേഹിക്കുമ്പോൾ ഞാൻ എന്താണ് എൻ്റെ ദൈവത്തിന് തിരിച്ചു കൊടുക്കുന്നത്? അവനെ സ്നേഹിക്കാനായിട്ട് പറ്റുന്നുണ്ടോ? അവൻ്റെ വചനമനുസരിച്ച് ജീവിക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ? അതോ പാപം ചെയ്ത് വീണ്ടും വീണ്ടും ഞാൻ അവനെ വേദനിപ്പിക്കുകയാണോ ചെയ്യുന്നത്? ആണെങ്കിൽ സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ പാപത്തിൽ നിന്ന് അകലാം. എൻ്റെ ദൈവം വന്നത് എന്നെ രക്ഷിക്കുവാനാണ് എന്നുള്ള ബോധ്യം നമ്മൾ മനസ്സിൽ ഉറപ്പിക്കുവാനായിട്ട്, ഇനിമേൽ പാപം ചെയ്ത് ദൈവത്തെ വേദനിപ്പിക്കാതെ അവൻ്റെ വചനമനുസരിച്ച് ജീവിക്കുവാനായിട്ട്, അവനെ കൂടുതൽ സ്നേഹിച്ചുകൊണ്ട് അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ച് ഈ ഭൂമിയിൽ ജീവിതയാത്ര പൂർത്തിയാക്കുവാനായിട്ട്, അങ്ങനെ സ്വർഗരാജ്യം നേടിയെടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.